ഇലക്ഷൻ റിസൾട്ട് ഡേയിൽ വന്ന ഷാർപ്പ് സെല്ലിങ്ങിൽ നിന്നും ഇൻഡെക്സ് കഴിഞ്ഞ 3 ദിവസമായി റിക്കവറി പ്രാപിക്കുകയും 23,200 മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. BJP ലീഡ് ചെയ്യുന്ന NDA ഗവൺമെൻറ് സത്യപ്രതിജ്ഞ ചെയ്തതോടുകൂടി മാർക്കറ്റ് 23,500 മുകളിലേക്ക് എത്തുമെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി 2.05% ഉയർന്ന് 23,290-ലും സെൻസെക്സ് 2.16% ഉയർന്ന് 76,693-ലും ക്ലോസിംഗ് നൽകിയിരുന്നു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഫ്രൈഡേയിലെ ട്രേഡിംഗ് സെഷനിൽ 4,391 കോടിയുടെ ബൈങ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 1,289 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകി. നാസ്ഡാക്ക് 0.20%, ഡോ ജോൺസ് 0.23%, S&P 0.17% ഇടിഞ്ഞു. സോളിഡ് ജോബ് റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് പെർഫോമൻസ് കാഴ്ചവെച്ചത്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് വാഡ് വിസാർഡ് ഇന്നൊവേഷൻ ആൻഡ് മൊബിലിറ്റി ലിമിറ്റഡ്. 52 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിലെ ഒരു കമ്പനിയാണ്. കമ്പനി അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്നും ഹെവി ഡിസ്കൗണ്ട് ലഭിക്കുന്നു. കൂടാതെ 50 രൂപ സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടുമാണ്. വാഡ് വിസാർഡ് ഇന്നൊവേഷൻ എന്ന കമ്പനിക്ക് ഫിലിപ്പൈൻസിൽ നിന്നും ഇലക്ട്രിക് വെഹിക്കിൾ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 10,768 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. വെള്ളിയാഴ്ച മാർക്കറ്റ് അവറിന് ശേഷമാണ് ഈ അപ്ഡേറ്റ് വന്നത്. ഈ അപ്ഡേറ്റിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഫിലിപ്പൈൻസിൽ 2 വീലർ 3 വീലർ ഇലക്ട്രിക് വെഹിക്കിൾ സപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ 4 വീലർ കൊമേഴ്സ്യൽ വെഹിക്കിൾ സെറ്റപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ബിൽഡ് ചെയ്യാനും കമ്പനിക്ക് പ്ലാനുണ്ട്. വാഡ് വിസാർഡ് പോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്ക് ആർട്സൺ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയാണ്. ആർട്സൺ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിക്ക് ഗുവാഹട്ടി ഇൻ്റർനാഷണൽ റെയിൽവേയിലെ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ലഭിച്ചിട്ടുണ്ട്. 126 കോടി രൂപയുടെ ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചത്. ബോറോസിൽ റിന്യൂവബിൾ എന്ന കമ്പനി റൈറ്റ് ഇഷ്യൂ വഴി ഫണ്ട് റൈസ് ചെയ്യുകയാണ്. 450 കോടി രൂപയുടെ ഫണ്ട് റൈസാണ് ബോറോസിൽ റിന്യൂവബിൾ എന്ന കമ്പനി ചെയ്യുന്നത്. PSU സെക്ടറിലെ കമ്പനികളും റെയിൽവേ സെക്ടറിലെ കമ്പനികളും ഇന്നത്തെ ദിവസം ഫോക്കസ് ചെയ്യാവുന്നതാണ്. RVNL എന്ന കമ്പനിയുടെ ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയായ KRDCL എന്ന കമ്പനിയുമായി ചേർന്ന് RVNLന് 186 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ലഭിച്ചിട്ടുണ്ട്. എറണാകുളം തിരുവനന്തപുരം ഡിവിഷനിൽ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഓർഡറാണ് RVNL എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയതും പ്രൊമോട്ടേഴ്സ് വിറ്റഴിച്ചതുമായ ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ജിൻഡാൽ സോ എന്ന കമ്പനിയിൽ പ്രൊമോട്ടേഴ്സ് 19,000 ഷെയറുകൾ അക്വയർ ചെയ്തിട്ടുണ്ട്. കൂടാതെ കൻഡാബിൾ റീറ്റെയിൽ എന്ന കമ്പനിയുടെ പ്രൊമോട്ടറായ ദീപക് ബൻസാൽ 1,00,000 ഷെയറുകൾ ബൈ ചെയ്തിട്ടുണ്ട്. അതേസമയം സുദർശൻ കെമിക്കൽ, ഉഷ മാർട്ടിൻ തുടങ്ങിയ കമ്പനികളിൽ പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് സെൽ നടത്തി. സുദർശൻ കെമിക്കൽ എന്ന കമ്പനിയുടെ പ്രൊമോട്ടറായ അജയ് ബാലകൃഷ്ണ രാട്ടി എന്ന വ്യക്തി 18.48 ലക്ഷം ഷെയറുകളും ഉഷ മാർട്ടിൻ്റെ പ്രൊമോട്ടേഴ്സ് 75,000 ഷെയറുകളുമാണ് വിറ്റഴിച്ചത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.